Hi students, welcome to Botany online class. In the last class we had discussed about pisciculture and apiculture. Today we are going to learn about green revolution in India. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേനീച്ച വളർത്തൽ അതുപോലെ മത്സ്യകൃഷി എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഗ്രീൻ റിവല്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. India is an agricultural country. Agriculture accounts for about 33% of India's GDP and employs nearly 62% of the population. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയിലെ ഏകദേശം 62% ആളുകളും പോപ്പുലേഷൻ്റെ 62% ആൾക്കാരും കൃഷിയെ ആണ് ഉപജീവന മാർഗമായിട്ട് ആശ്രയിക്കുന്നത്. The cultivation of several improved varieties of wheat and rice developed by plant breeding in mid-1960s led to dramatic increase in food production in our country. This is Green Revolution in India. അതായത് 1960കളുടെ മധ്യഭാഗത്തോടുകൂടി ഇന്ത്യയിൽ ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും ഉൽപ്പാദനത്തിൽ വളരെ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും നെല്ല്, ഗോതമ്പ് എന്നീ വിളകളുടെ ഉൽപ്പാദനത്തിലാണ് ഗണ്യമായ വർധനവുണ്ടായത്. അതായത് ഡ്യൂറിങ് ദ പീരിയഡ് 1960 to 2000 വീറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഫ്രം 11 million tons to 75 million tons. അപ്പോൾ നിങ്ങൾ നോക്കുക, 1960 മുതൽ 2000 വരെയുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. 11 മില്യൺ ടണ്ണിൽ നിന്നും 75 മില്യൺ ടണ്ണിലേക്ക് ഗോതമ്പിൻ്റെ ഉൽപ്പാദനം ഉയർന്നു. അതുപോലെ 35 മില്യൺ ടൺസിൽ നിന്നും 89.5 മില്യൺ ടൺസിലേക്ക് റൈസിൻ്റെ പ്രൊഡക്ഷനും ഉയർന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉൽപ്പാദനത്തിലൊരു ഉയർച്ച ഉണ്ടായത്? അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഓഫ് റൈസ് ആൻഡ് വീറ്റ്. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എങ്ങനെ ഉണ്ടായി? അത് എന്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്? ഗ്രീൻ റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. ഹൈ ഈൽഡിംഗ് സെമി ഡാർഫ് വീറ്റ് വെറൈറ്റി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ നോർമൻ ഇ ബോർലാഗ്. അപ്പോൾ നോർമൻ ഇ ബോർലാഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹമാണ് വീറ്റിൻ്റെ ഈ ഹൈബ്രിഡ് വെറൈറ്റി ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അതിൻ്റെ പേര് സൊണോറ 64 എന്നാണ്. സൊണോറ 64. അതുപോലെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മറ്റ് ഹൈബ്രിഡ് വീറ്റ് വെറൈറ്റീസ് സോനാലിക, കല്യാൺ സോണ. അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. വീറ്റ് വെറൈറ്റീസ് സോനാലിക, കല്യാൺ സോണ. അതുപോലെ റൈസ് വെറൈറ്റീസ്, അത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, IR8 ഇല്ലേ, സെമി ഡോർഫ് വെറൈറ്റി ഓഫ് റൈസ് IR8. അതുപോലെ ജയ, രത്ന എക്സെട്ര. ഇനി അടുത്തതെന്ന് പറയുന്നത് ഷുഗർ കെയിനാണ്, കരിമ്പ് അറിയാലോ. ഹൈ ഈൽഡിംഗ് ഷുഗർ കെയിൻസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഹൈ ഈൽഡിംഗ് ഷുഗർ കെയിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയാമോ? ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ വഴി. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന്. അതായത് നോർത്ത് ഇന്ത്യയിൽ വളരുന്ന ഒരു ഇനം കരിമ്പാണ് സക്കാറം ബാർബേറി എന്ന് പറയും. അപ്പോൾ ഈ സക്കാറം ബാർബേറിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അതിന് പുവർ ഈൽഡാണ്. പുവർ ഈൽഡ് ആൻഡ് പുവർ ഷുഗർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഉൽപ്പാദനശേഷി കുറവാണ്, അതുപോലെ ഷുഗർ കണ്ടൻറ്റ് കുറവാണ്. ഇനി അതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട് അതിന്. എന്താണെന്നറിയോ? നോർത്ത് ഇന്ത്യയിലെ ക്ലൈമറ്റിന് അത് വളരെ അനുയോജ്യമാണ്, പക്ഷേ ഉൽപ്പാദനം വളരെ കുറവാണ്. ഇനി സൗത്ത് ഇന്ത്യയിൽ വളരുന്ന വേറൊരു ഇനമുണ്ട്, സക്കാറം ഒഫിഷ്യനാറം. അതിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ക്ലൈമറ്റിന് ശരിയാവില്ല. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ? ഇതിനെ രണ്ടിനെയും കൂടി എന്ത് ചെയ്തു? ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് പുതിയൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പുതിയ വെറൈറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മെയ്സ്, ജോവർ, ബജ്ര, ഇതിനെല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ മില്ലറ്റ്സ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ഗോതമ്പ്, റൈസ്, അതുപോലെ തന്നെ ഈ മില്ലറ്റ്സിൻ്റെ ഉൽപ്പാദനത്തിലും ഇതേപോലെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇന്ന് നാം ഉപയോഗിക്കുന്നത്. അടുത്തത് പ്ലാൻ ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ്. ഡിസീസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക. ക്രോപ്സ് ആർ അറ്റാക്ഡ് ബൈ എ വൈഡ് റേഞ്ച് ഓഫ് പാത്തോജൻസ് ലൈക്ക് ഫംജൈ, ബാക്ടീരിയ, വൈറസസ് ആൻഡ് നിമാറ്റോഡ്സ്. വിളകളെ നശിപ്പിക്കുന്ന പ്രധാന രോഗകാരികൾ ഫംഗസ്, അതുപോലെ ബാക്ടീരിയ, വൈറസ്, നിമാറ്റോഡ്സ് എന്ന് പറയുന്നത് ഈ വിരകൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മൾ ഒരു കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ ആ കർഷകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ രോഗകാരികളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനും എന്തുണ്ടെന്നറിയാവോ? പ്ലാൻ ബ്രീഡിംഗ് ഉണ്ട്. ഡിസീസ് റെസിസ്റ്റൻസിനും നമ്മൾ പ്ലാൻ ബ്രീഡിംഗ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ബ്രീഡിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. അതായത് നിങ്ങൾ മ്യൂട്ടേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? മ്യൂട്ടേഷൻ ബ്രീഡിങ്ങും ഉണ്ട്, രണ്ട് തരത്തിലുള്ള ബ്രീഡിംഗ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ് ആർ 2 ടൈപ്സ്. അതായത് കൺവെൻഷണൽ ബ്രീഡിംഗ് ടെക്നിക് ഓർ ബൈ മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. കൺവെൻഷണൽ ബ്രീഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തൂലേ, അതുപോലെ തന്നെ സാധാരണ ഹൈബ്രിഡൈസേഷൻ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടില്ലേ? നേരത്തെ പറഞ്ഞല്ലോ, ദ സ്റ്റെപ്സ് വിൽ ബി സ്ക്രീനിങ് ജേംപ്ലാസം ഫോർ റെസിസ്റ്റൻറ്റ് സോഴ്സസ്, hybridization of selected parents, selection not only enhances food production but also reduce the use of fungicides and bactericides. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രീഡിംഗ് ടെക്നിക് നടത്തുന്നത് എന്തിനാണ്? നമുക്ക് ഫഞ്ചിസൈഡ്സോ അല്ലെങ്കിൽ ബാക്ടീരിസൈഡ്സോ ഉപയോഗിക്കാതെ, കീടങ്ങളെ അല്ലെങ്കിൽ രോഗാണുക്കളെ കൊല്ലാനായിട്ട് നമ്മൾ മറ്റുള്ള കെമിക്കൽസിനെ ഒന്നും ആശ്രയിക്കാതെ പ്ലാന്റിൽ തന്നെ വെച്ച് ഇതിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്ന സംവിധാനം. അതാണ് ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ഉണ്ട്. എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മ്യൂട്ടേഷൻ, ഉൽപരിവർത്തനം എന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. മ്യൂട്ടേഷൻ ഈസ് സഡൻ ജനറ്റിക് വേരിയേഷൻ ക്രിയേറ്റഡ് ബൈ ചേഞ്ച് ഇൻ എ ജീൻ. അപ്പോൾ ജീനിനകത്ത് നടക്കുന്ന ഒരു മാറ്റം. It is possible to induce gene mutation in plants artificially using chemicals or radiation. അപ്പോൾ പ്ലാന്റ്സിൽ നമ്മൾ എങ്ങനെ മ്യൂട്ടേഷൻ നടത്തും? നമുക്ക് കെമിക്കൽസോ അല്ലെങ്കിൽ റേഡിയേഷൻസോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? മ്യൂട്ടേഷൻ നടത്താം. ദ ബെസ്റ്റ് മ്യൂട്ടാജൻ ഫോർ പ്ലാന്റ്സ് ഈസ് ഗാമ റേഡിയേഷൻസ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂട്ടാജൻ എന്ന് പറയുന്നത് ഗാമ റേഡിയേഷൻസ് ആണ്. Mutation is done when the desired disease-resistant gene is not present in the germplasm. After the production of desired mutant, this gene is introduced to high-yielding varieties by proper hybridization, or mutant itself is used as a variety. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻ വഴി എന്താണ് പ്ലാന്റ് ബ്രീഡിംഗ് നടത്തിയ പ്ലാന്റ്സിന് എക്സാമ്പിൾ മങ് ബീൻ എന്ന് പറയും. അതുപോലെ പൗഡറി മിൽഡ്യൂ വെയർ ഡെവലപ്ഡ് ബൈ മ്യൂട്ടേഷൻസ്. ഈ മങ് ബീനിൽ അതിന് യെല്ലോ മൊസൈക്ക് വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡെവലപ്പിംഗ് പെസ്റ്റ് റെസിസ്റ്റൻസ്. പെസ്റ്റുകളെന്ന് പറഞ്ഞാൽ അറിയാലോ, കീടങ്ങൾ. പെസ്റ്റ് ആർ ഇൻസെക്ട്സ് that infest crops and cause destruction on a large scale. വിളകളെ വൻതോതിൽ നശിപ്പിക്കുന്ന ഇൻസെക്റ്റുകൾ, ഷഡ്പദങ്ങളാണ് പെസ്റ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ അവയെ നശിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇൻ വീറ്റ്, സോൾഡ് സ്റ്റെം ഗീവ്സ് റെസിസ്റ്റൻസ് ടു സ്റ്റെം സാഫ്ലൈ. സ്റ്റെം സാഫ്ലൈ എന്ന് പറയുന്ന ഒരു കീടത്തിൻ്റെ പേരാണ്. ഇൻ കോട്ടൺ, നെക്ടർലെസ് കണ്ടീഷൻസ് നോട്ട് അട്രാക്റ്റ് ബോൾവേംസ്. ബോൾവേം എന്ന് പറഞ്ഞാൽ ഈ കോട്ടൻ്റെ പരുത്തിച്ചെടി അറിയാലോ, അതിലിങ്ങനെ ബഡ് വരുന്ന സമയത്ത് ഇത് ഈ വോം കയറി അത് തുരന്ന് അതിനകത്ത് മുട്ടയിടും. അപ്പോൾ ഇത് ബഡ് പാകമായി
പൊട്ടുന്ന സമയത്താണ് അതിനകത്ത് നമുക്ക് കോട്ടൺ കിട്ടുന്നത്. അപ്പോൾ ഇത് തുറന്ന് അതിനകത്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ കോട്ടൺ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അതുപോലെ ഇൻ മെയ്സ് ഹൈ അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ലോ നൈട്രജൻ ആൻഡ് ഷുഗർ കണ്ടൻറ്റ് റെസിസ്റ്റ് സ്റ്റെം ബോറോസ്. തണ്ട് തുരപ്പൻ പുഴു കേട്ടിട്ടില്ലേ? അത് ഈ മെയ്സിലൊക്കെ എന്താണ് ഹൈ അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ലോ നൈട്രജൻ ആൻഡ് ഷുഗർ കണ്ടൻറ്റ് റെസിസ്റ്റ് സ്റ്റെം ബോറോസ്. ഇനി ടെസ്റ്റിൽ 1-2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 174 ആൻഡ് 175 2 ടേബിളുണ്ട്. ആ 2 ടേബിളും നിങ്ങളൊന്ന് നോക്കി വെച്ചോളണം കേട്ടോ. അതിൽ ക്രോപ്പ് വെറൈറ്റി റെസിസ്റ്റൻ്റ് ടു ഡിസീസ്, ഒരു ക്രോപ്പ് വെറൈറ്റി, ക്രോപ്പ് ഏതാണ്, അതിൻ്റെ വെറൈറ്റി ഏതാണ്, അതിന് ഏത് ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചിരിക്കുന്ന ടേബിളാണ്. അത് കൃത്യമായിട്ട് നോക്കി വെച്ചോണം. ഇനി അടുത്തത് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി. ഭക്ഷ്യോൽപാദനത്തിൽ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ പങ്കാണ്. More than 840 million people in the world do not have adequate food. ഇപ്പം നമ്മൾ ലോകത്താകമാനമുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 840 മില്യൺ ജനങ്ങൾ ഇന്നും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്തവരുണ്ട്. കാരണം ഇല്ല, കഴിക്കാനില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ എ ഫാർ ഗ്രേറ്റർ number, that is about 3 billion people, suffer from hidden hunger. They have something to eat but do not get proteins, micronutrients and vitamins. അതുപോലെ ഇതിൽ തന്നെ ഒരു 3 ബില്യൺ പീപ്പിൾ അത് കഴിക്കുന്നുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീനോ അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസോ വൈറ്റമിൻസോ ഒന്നും കിട്ടാറില്ല. കഴിക്കുന്നു, എന്തെങ്കിലും വിശപ്പിന് വേണ്ടി കഴിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ചെറുതിലേ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? പോഷക ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ശരീര വളർച്ചയ്ക്കും അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ എന്താണ് സഫിഷ്യൻ്റായിട്ട് ഉള്ള പ്രോട്ടീനോ അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസോ വൈറ്റമിൻസോ ഒന്നുമില്ലാത്ത ആഹാരം കഴിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. The deficiency of vitamin A, iron, iodine and zinc increase the risk of diseases and reduce mental abilities. നമുക്കറിയാം വൈറ്റമിൻ ഡി ഒക്കെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും. ബയോ ഫോർട്ടിഫിക്കേഷൻ എന്താണ്? ബയോ ഫോർട്ടിഫിക്കേഷൻ ഈസ് ബ്രീഡിംഗ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തിയർ ഫാറ്റ്സ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. ദിസ് ഈസ് ദ ബെസ്റ്റ് ക്യൂർ ടു ദ പ്രോബ്ലം ഓഫ് ഹിഡൻ ഹങ്കർ. അപ്പോൾ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രോപ്സിനെ നമ്മൾ അതായത് വിളകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ കാണുമെന്നറിയാവോ? ഇപ്പോൾ ഉദാഹരണത്തിനൊരു നെല്ല്, ആ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് അത് പാകമായി വരുമ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിനും മിനറലും പ്രോട്ടീനും ഹെൽത്തിയർ ഫാറ്റ്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വേറെ കഴിക്കേണ്ടതില്ല. ഈ വെറൈറ്റി അല്ലെങ്കിൽ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള വെറൈറ്റി വീറ്റോ അല്ലെങ്കിൽ നെല്ലോ അരിയോ കഴിച്ചാൽ മതി. മനസ്സിലായ? അതാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബയോ ഫോർട്ടിഫിക്കേഷൻ ഈസ് ബ്രീഡിംഗ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തിയർ ഫാറ്റ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. ദിസ് ഈസ് ദ ബെസ്റ്റ് ക്യൂർ ടു ദ പ്രോബ്ലം ഓഫ് ഹിഡൻ ഹങ്കർ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹിഡൻ ഹങ്കർ, അതായത് ആളുകൾ കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ആവശ്യമായ പ്രോട്ടീനോ മൈക്രോന്യൂട്രിയൻസോ വൈറ്റമിൻസോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആഹാരമാണ് അവർ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബയോ ഫോർട്ടിഫിക്കേഷൻ വഴി നമുക്ക് ആ ഹിഡൻ ഹങ്കർ ഒഴിവാക്കാനായിട്ട് സാധിക്കും.
ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഹാവ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, improve oil content and quality, improve vitamin content and quality, improve mineral content, and some cases improvement that have already achieved are. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക, അതുപോലെ ഓയിൽ കണ്ടൻറ്റ്, വൈറ്റമിൻ കണ്ടൻറ്റ്, ഫാറ്റ് കണ്ടൻറ്റ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഉണ്ട്. മെയ്സ് വെറൈറ്റീസ്, ഇതേപോലെ ബയോ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മെയ്സ് വെറൈറ്റിയാണ് ശക്തിരത്തൻ, അതുപോലെ പ്രോട്ടിമ. വീറ്റ് വെറൈറ്റി അറ്റ്ലസ് 66, ഇത് ഓർത്ത് വെച്ചോളണം കേട്ടോ. അറ്റ്ലസ് 66 എന്ന് പറയുന്ന വീറ്റ് വെറൈറ്റി ഹാവിങ് ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ ഡോണർ ഫോർ ഇംപ്രൂവിങ് ദ കൾട്ടിവേറ്റഡ് വെറൈറ്റീസ്. അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, ഇതേപോലെ ബയോ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. അതിന് എക്സാമ്പിൾ വൈറ്റമിൻ എ റിച്ച് ക്യാരറ്റ്, വൈറ്റമിൻ സി റിച്ച് ബിറ്റർ ഗോഡ് ആൻഡ് ടൊമാറ്റോ, അയൺ ആൻഡ് കാൽഷ്യം റിച്ച് സ്പിനാച്ച്, പ്രോട്ടീൻ റിച്ച് ബീൻസ്, ബ്രോഡ് ബീൻസ്, ഫ്രഞ്ച് ബീൻസ്, ലാബ് എക്സെട്ര. ഇനി അടുത്ത് സിംഗിൾ സെൽ പ്രോട്ടീൻ. എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ? The cells of certain microbes such as bacteria and fungi are rich in proteins that can be used as food supplement. These are known as single cell protein. ഇനി ചില സെല്ലുകൾ, അതായത് ചില മൈക്രോ ഓർഗാനിസങ്ങളുടെ സെല്ലുകൾ, അതായത് ബാക്ടീരിയ, ഫഞ്ചൈ, അവയ്ക്ക് അവയുടെ സെല്ല് നിറയെ എന്തുണ്ടെന്നറിയാം? പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടീനുകളെ നമുക്ക് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. The cells of certain microbes such as bacteria and fungi are rich in proteins that can be used as food supplement. They are known as single cell protein. എന്താണ് ഇതിൻ്റെ ഉപയോഗം? Conventional agricultural production of cereals, pulses, vegetables and fruits may be not be sufficient to meet the demand of food by increasing human and animal populations. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, പക്ഷേ അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയുക, ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള എല്ലാ ന്യൂട്രിയൻസും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അതുപോലെ തന്നെ ഒരുപാട് ആഹാരം കഴിക്കേണ്ടി വരും. ഇത് ഇത്രയും നമുക്ക് കിട്ടണമെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ സീരിയൽസ്, പൾസസ്, ഇതെല്ലാം നമ്മളിങ്ങനെ കഴിക്കണം. അപ്പോൾ ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒഴിവാക്കാൻ സാധിക്കുമെന്നറിയാവോ? ഈ അധികം കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. Many single cell protein yielding microbes have been identified and are now in use. They are not only serve as food but also reduce pollution. ഇനി ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒന്ന് ഫുഡായിട്ട് ഉപയോഗിക്കാം, ഫുഡായിട്ട് മാത്രമല്ല, പിന്നെ അത് പൊല്യൂഷൻ കുറയ്ക്കാനും സഹായിക്കും. അതിന് എക്സാമ്പിൾസ് മഷ്റൂം, അഗാരിക്കസ്, അതുപോലെ സ്പൈറുലിന ഒരു സയനോ ബാക്ടീരിയ ആണ്. മെത്തിലോഫിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. സ്പൈറുലിന നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയറില്ല ആൽഗെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സയനോ ബാക്ടീരിയം ഈസിലി ഗ്രോൺ ഇൻ വാട്ടർ, വേസ്റ്റ് വാട്ടർ ആൻഡ് ഫ്രം പൊട്ടറ്റോ പ്രോസസ്സിംഗ് പ്ലാന്റ്, സ്ട്രോ, മൊളാസസ്, അനിമൽ മാനുവർ എക്സെട്ര. അതെവിടെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും സ്പൈറുലിന. മഷ്റൂംസ് അറിയാലോ, കൂണ്. മഷ്റൂംസ് ആർ എഡിബിൾ. ദേ വെർ കൾട്ടിവേറ്റഡ് ആൻഡ് യൂസ്ഡ് ആസ് ഫുഡ് ബൈ മാൻ. ഇനി അടുത്തത് ടിഷ്യൂ കൾച്ചറാണ്. ടിഷ്യൂ കൾച്ചർ എന്താണ്? ടിഷ്യൂ കൾച്ചറും കൂടെ പറയുമ്പോൾ ചാപ്റ്റർ തീരും. എന്താണ് ടിഷ്യൂ കൾച്ചർ? ദ ടെക്നിക് ഓഫ് ടിഷ്യൂ കൾച്ചർ ഇൻവോൾവ്സ് ദ ജനറേഷൻ ഓഫ് എ ഹോൾ പ്ലാന്റ് ഫ്രം ആൻ എക്സ്പ്ലാന്റ് ഇൻ സ്യൂട്ടബിൾ കൾച്ചർ മീഡിയം. അതായത് ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തു നിന്ന്, ഏതെങ്കിലും ഒരു സെല്ല്, ഏതെങ്കിലും ഒരു പ്ലാന്റ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, അതിൽ നിന്നും ഒരു പുതിയ
ഒരു പ്ലാന്റ് അല്ല, ഒരു കൂട്ടം പ്ലാന്റ്സിനെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. The technique of tissue culture involves the generation of a whole plant from an explant is in a suitable medium. An explant is a part of plant. എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം. ഇപ്പോൾ സിംഗിൾ സൊമാറ്റിക് സെല്ലാവാം, ഒരു ടിഷ്യൂ ആവാം, എംബ്രിയോ ആവാം, പോളൻ ഗ്രെയിൻ ആവാം. മനസ്സിലായില്ലേ? ആൻഡ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രോൺ ഇൻ വിട്രോ അണ്ടർ sterile conditions in special nutrient media. And this idea based on the principle of totipotency. എന്താണ് ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ? The capacity to generate a whole plant from any cell or explant is called totipotency. അപ്പോൾ ഈ ടോട്ടിപൊട്ടൻസി എന്നുള്ള ആശയത്തിൽ നിന്നാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ എത്തുന്നത്. ഇനി അടുത്തത് ഈ എന്താണ്? The culture medium must contain a carbon source and sucrose, inorganic salt, amino acids and growth regulators like auxins and cytokinins. അപ്പോൾ നമ്മൾ എടുക്കുന്ന എക്സ്പ്ലാന്റ് ഒരു നേരത്തെ ഒരു സ്യൂട്ടബിൾ കൾച്ചർ മീഡിയത്തിലാണ് വളർത്തുന്നതെന്ന് പറഞ്ഞു. ആ കൾച്ചർ മീഡിയത്തിൽ എന്തൊക്കെ ഉണ്ടാവണം? കാർബൺ സോഴ്സ് ഉണ്ടാവണം, അതുപോലെ സുക്രോസ്, ഇനോർഗാനിക് സാൾട്ട്, അമിനോ ആസിഡ്, അതുപോലെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ലൈക്ക് ഓക്സിൻസ് ആൻഡ് സൈറ്റോകിനിൻസ്. The explant grows into an undifferentiated mass of dividing cells called callus. അപ്പോൾ ഈ എക്സ്പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ആ കുഞ്ഞു പാർട്ട്, അത് ആ മീഡിയത്തിൽ കിടന്ന് വളർന്ന് അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് ഒരു അൺഡിഫറൻഷ്യേറ്റഡ് മാസ് ഓഫ് സെൽസ്, അതിനെ കാലസ് എന്ന് പറയും. ആ കാലസിൽ നിന്ന് ഓരോന്നിനെ അടർത്തിയെടുത്ത് എന്ത് ചെയ്യുന്നു? ഓരോ പ്ലാന്റ് ലെറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. This method of producing thousands of plants through tissue culture is called micropropagation. ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ വഴി ഒരു സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൽ നിന്ന് ആയിരക്കണക്കിന് പ്ലാന്റ്സിനെ ഒരേ സമയം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ദിസ് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് thousands of plants through tissue culture is called micro propagation. The population thus produced include identical progenies. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഉണ്ടാകുന്ന പ്ലാന്റ്സ് എല്ലാം എങ്ങനെയായിരിക്കും? ഒരേപോലെ ഇരിക്കും. കാരണം ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സെല്ല്, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരേപോലെ ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. എ പോപ്പുലേഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പാരൻറ്റ് ഈസ് കാൾഡ് എ ക്ലോൺ. അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ക്ലോൺ ഡെവലപ്ഡ് ഫ്രം സൊമാറ്റിക് സെൽ മേ ബി ഡിഫൈൻഡ് ആസ് സോമാ ക്ലോൺ. ഇനി ഒരു സൊമാറ്റിക് സെല്ലിൽ നിന്നാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ സോമാ ക്ലോൺ എന്ന് പറയും. അപ്പോൾ ടൊമാറ്റോ, ബനാന, ആപ്പിൾ ഇതിലൊക്കെ ഇത് വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. Some variations may occur in soma clones due to mutations in these cells. Such a variation is known as soma clonal variations. ചിലപ്പോൾ ചില വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ വേരിയേഷൻസിനെ നമ്മൾ സോമാ ക്ലോണൽ വേരിയേഷൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇറ്റ് ഈസ് അനദർ അച്ചീവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. സൊമാറ്റിക് ഹൈബ്രിഡ് ഈസ് എ ഫ്യൂഷൻ പ്രോഡക്റ്റ് ഓഫ് ടു ഡിഫറെൻറ്റ് ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഇൻ വിട്രോ കണ്ടീഷൻസ്. അപ്പോൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ അത് വേറെ തരത്തിലുള്ള ഹൈബ്രിഡൈസേഷൻ മെത്തേഡാണ്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഈസ് എ ഫ്യൂഷൻ പ്രോഡക്റ്റ് ഓഫ് ടു ഡിഫറെൻറ്റ് ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഇൻ വിട്രോ കണ്ടീഷൻസ്. രണ്ട് സെല്ലിൽ നിന്ന് പ്രോട്ടോപ്ലാസ്റ്റ് എടുത്ത് അതിനെ രണ്ടിനെയും കൂടി എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പൊമാറ്റോ, അതായത് പൊമാറ്റോ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സൊമാറ്റിക് സെൽസ് ഓഫ് പൊട്ടാറ്റോ ആൻഡ് ടൊമാറ്റോ. മനസ്സിലായി? രണ്ട് സെൽസിൽ നിന്ന് പ്രോട്ടോപ്ലാസ്റ്റ്, രണ്ട് വ്യത്യസ്ത സെൽസ്, അതായത് പൊട്ടാറ്റോയുടെയും ടൊമാറ്റോയുടെയും സെൽസിൽ നിന്ന് പ്രോട്ടോപ്ലാസങ്ങളെടുത്ത് തങ്ങൾ ഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് പൊമാറ്റോ. മനസ്സിലല്ലേ? അപ്പോൾ അത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ ചാപ്റ്റർ തീരുവാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോട്ട്സും എഴുതി ബാക്കി അടുത്ത ചാപ്റ്ററും പഠിക്കാം. ഓക്കെ.